to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a new topic, that is Foreign Exchange Management Act, or otherwise we can say that FEMA, that is Foreign Exchange Management Act. So we can discuss the Foreign Exchange Management Act, or we can say FEMA, that is FEMA. So one of the major provision of the Union Budget 1997-98 was to replace Foreign Exchange Regulation Act, that is FERA, F-E-R-A, by Foreign Exchange Management Act, FEMA, F-E-M-A. So though the FERA was reviewed in 1993 and several amendments were made, but still there was dissatisfaction in the economic sector, which became more eloquent with the economic liberalization. So there was a great public demand for the repeal of this law, that is FERA, and which was described as a draconian and the opinious law. So here we can say is that one of the Act was replaced by, that is one of the major provision of the Union Budget 97-98 was to replace the Act, that is FERA Act, to FEMA Act, that is the Foreign Exchange Regulation Act may be replaced by or changed by the Foreign Exchange Management Act. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഒരു 97-98 ബഡ്ജറ്റിൽ അപ്പം ആദ്യം ഈ FEMA, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിരുന്നതിനെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് FERA എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അപ്പം 97-98 ആ ആക്ടിനെ നമ്മൾ മാറ്റി FEMA എന്ന് പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആക്കി മാറ്റിയത്. Though the FERA was reviewed in 1993 and several amendments were made. അപ്പോൾ FERA എന്ന് പറയുന്നത് 1993 മുതലേ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അമെൻമെൻറ്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെ വീണ്ടും ഒരു ഭേദഗതി വരുത്തി. അമെൻമെൻറ്റ് മീൻസ് ഭേദഗതി വരുത്തുക. ബട്ട് ദർ വാസ് എ സ്റ്റിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ ദ എക്കണോമിക്സ്. പക്ഷേ എത്ര ഭേദഗതി വരുത്തിയിട്ടും FERA എന്ന് പറയുന്ന ആക്റ്റിൽ എല്ലാവർക്കും ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ എക്കണോമിക് സെക്ടറിൽ അതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ലിബറലൈസേഷൻ എത്ര ചെയ്തിട്ടും നമുക്ക് എന്താണ് FERA എന്ന് പറയുന്ന ആക്ടിനകത്ത് ഒത്തിരി ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്കൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ എക്കണോമിക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. സോ they changed the act by FEMA, that is Foreign Exchange Management Act. Clear with the point? The act is named as FERA, that is Foreign Exchange Regulation Act, and later it changed by FEMA, that is Foreign Exchange Management Act. Clear with the term? Next we can see the objectives of the act. So the main objective of FEMA is to consolidate and amend the law relating to foreign exchange with the objective of facilitating external trade and payment and for promoting the orderly development and maintenance of foreign exchange market in India. So the main objective of FEMA is to consolidate and amend the law relating to foreign exchange. അപ്പം ഒരു FERA എന്ന് പറയുന്ന ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോറിൻ എക്സ്ചേഞ്ചിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം ആദ്യം പറഞ്ഞ FERAയ്ക്കകത്ത് ഫോറിൻ എക്സ്ചേഞ്ചിന് ലിമിറ്റഡ് റൂൾസുകളായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇതായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ നിയമത്തിനെ ഒന്ന് ഭേദഗതി വരുത്തി അമെൻഡ് ചെയ്തിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേര് പുറത്തേക്ക് ട്രേഡായിട്ടും പേയ്മെൻറ്റുമായിട്ടൊക്കെ പോകണം. ഫോർ പ്രൊമോട്ടിംഗ് ദ ഓർഡർലി ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു ഓർഡർ ആയിട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഭദ്രത അല്ലെങ്കിൽ എക്കണോമി ഫോഴ്സ് വളരണമെങ്കിൽ ദ ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വളരെയധികം വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അതിനാണ് ഒരു FEMA എന്ന് പറയുന്ന ആക്ട് അവർ കൊണ്ടുവരിക. അതായത് FERA മാറ്റി അമെൻഡ് ചെയ്ത് FEMA ആക്കി. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്ലിയർ വിത്ത് ദി ഒബ്ജക്റ്റീവ്? So next is the applicability of the act. This act extends to the whole of India. It shall also apply to all branches, offices and agencies outside India owned or controlled by a person
resident in India and also to any contravention they under committed outside India by any person to whom this act applies. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നാണ്. സോ ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മൊത്തത്തിലാണ് ഈ ആക്ട് ബാധകമാകുന്നത്. ആൻഡ് ഇറ്റ് ഷാൽ ഓൾസോ അപ്ലൈ ടു ഓൾ ബ്രാഞ്ചസ്, ഓഫീസേഴ്സ് ആൻഡ് ഏജൻസി ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനിയുടെ ബ്രാഞ്ച് ആവാം, ഓഫീസ് ആവാം, ഏജൻസി ആകാം, ഓൺഡ് ഓർ കൺട്രോൾ ബൈ പേഴ്സൺ റിസൈഡിങ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഓണർ, അല്ലെങ്കിൽ അയാളുടെ കൺട്രോളിലാണ് ഓഫീസ്, എന്നാൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ, ആൻഡ് ഓൾസോ ഓൺ എനി കോൺട്രവെൻഷൻ ദെയർ അണ്ടർ കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എനി പേഴ്സൺ ടു ഹൂം ദിസ് ആക്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് എന്താണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം, അദ്ദേഹം ഈ കമ്പനിയുടെ ഓണറോ കൺട്രോളറോ ആയിരിക്കണം, എന്നാൽ ഈ കമ്പനിയുടെ ബ്രാഞ്ചസോ ഓഫീസോ ഒക്കെ എവിടെ ആയിരിക്കണം, ഏജൻസീസൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഈ ആക്ട്. അപ്പം അങ്ങനെ അതുപോലെ തന്നെ എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ അവർക്കും എന്താണ് ഈ ഫെമ എന്ന് പറയുന്നൊരു ആക്ട് ബാധകമായിരിക്കും. ക്ലിയർ വിത്ത് ദി ടേം? So these are the silent features of FEMA, that is dealings in foreign exchange, holding of foreign exchange, current account transactions, capital account transactions, export to goods and services, relation and repatriation of foreign exchange, exemption from realization and repatriation in certain cases. So these are the silent features of FEMA. That here first is dealing in foreign exchange. ആ വാക്കിൽ തന്നെ ഉണ്ട്, that is deal in or transfer any foreign exchange or foreign security to any person not being an authorized person. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സിൽ അത് തന്നെയാണ് അവർ നേരിട്ട് പറയുന്നത്. അപ്പം എനി ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഫോറിൻ സെക്യൂരിറ്റി വിത്ത് എനി പേഴ്സൺ. അപ്പോൾ ഒരു authorized person, അല്ലെങ്കിൽ we can say is that the rules and regulations made thereunter on which general or a special permission of the Reserve Bank, no person shall deal in transfer of any foreign exchange or a foreign security to any person not being an authorized person. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡീലിങ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, അതിനകത്ത് പറയുന്നത് എന്താണ്, റിസർവ് ബാങ്കിൻ്റെ പെർമിഷനോട് കൂടി ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ ഉണ്ടാവണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പം റിസർവ് ബാങ്കിൻ്റെ പെർമിഷനോട് കൂടി എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ അതെന്താണ്, ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ഇല്ലാതെ ഒരിക്കലും നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ നെക്സ്റ്റ് ഈസ് ഹോൾഡിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അവിടെ പറയുന്നത് എന്താണ്, here no person or resident in India shall acquire, hold or own, possess or transfer any foreign exchange or a foreign security or a immovable property situated outside India. അപ്പം ഒരിക്കലും ഇന്ത്യയിൽ താമസിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഹോൾഡിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. മിസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ പറയാം. ഇപ്പോൾ റഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പം സൈലൻറ്റ് ഫീച്ചേഴ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ഡീലിങ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പം അതിനുശേഷം രണ്ടാമത് പറഞ്ഞു എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. പിന്നെ പറഞ്ഞ കറണ്ട് അക്കൗണ്ട്സ് ട്രാൻസാക്ഷനിൽ അപ്പം എനി പേഴ്സൺ മേ സെൽ ഓർ ഡ്രോ ഫോറിൻ എക്സ്ചേഞ്ച് to or from an authorized person if such sale or draw in current transaction has however been provided that central government may be in a public interest. അപ്പോൾ അവിടെയും ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ, അതായത് ഒരു അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിലും ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അവിടെയും പറയുന്നത് എന്താണ്, ഒരു ഓതറൈസ്ഡ് പേഴ്സണിലൂടെ മാത്രമേ, അതായത് റിസർവ് ബാങ്ക് ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സണിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. അവിടെയും ട്രാൻസ്ഫർ ഓർ ഇഷ്യൂ ഓഫ് എനി സെക്യൂരിറ്റി ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം അവിടെയും പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് താമസിക്കുന്ന ഒരു വ്യക്തി. അപ്പം രണ്ട് തന്നെയാണെങ്കിലും അതൊരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഈസ് എക്സ്പോർട്ട് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അവിടെയും എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, RBIയുടെയോ അല്ലെങ്കിൽ അതോറിറ്റീസിൻ്റെ ഡിക്ലറേഷൻ നമുക്ക് ഉണ്ടാവണം. ഒരു എക്സ്പോർട്ട് വാല്യൂ ഉള്ള ഗുഡ്സ് ആയിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന, സ്ഥിരം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ലൈസൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പോർട്ട് എന്ന് പറയുന്നതിന് കൂടുതൽ ഓപ്ഷൻസ്, അല്ലെങ്കിൽ ആ ഫണ്ട് ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിനകത്ത് ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ എന്താണ്, ഒന്ന് എക്സ്പോർട്ട് മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ്
സബ്ജക്റ്റ് ആയിരിക്കണം. അവിടെയും റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ നമുക്കുണ്ടായിരിക്കണം. സിക്സ്ത് പറയുന്നത് എന്താണ്? റിലേഷൻ ആൻഡ് റിപ്പാരറ്റേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെയും ദ എമൗണ്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇസ് ഡ്യൂ ടു അക്വേർഡ് എനി പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. Such a person shall take all reasonable step and repatriate to India such foreign exchange. അപ്പോൾ അവിടെയും പറയുന്നത് എന്താണ്? ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അല്ലാതെ ഒരിക്കലും നമുക്ക് ആ ഫോറിൻ എക്സ്ചേഞ്ച് നടത്താൻ പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? എക്സെപ്ഷൻ ഫ്രം റിയലൈസേഷൻ ആൻഡ് റിപ്പാരറ്റേഷൻ ഇൻ സർട്ടൺ കേസസ്. അപ്പോൾ അവിടെയും പറയുന്നത് ചില പ്രൊവിഷൻസ് അവർ പറയും. ആ പ്രൊവിഷൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക്, എന്നാൽ എക്സെപ്ഷണലായിട്ട് ചില കേസുകൾ പറയും, അതിൽ കൂടെ മാത്രമേ നമുക്ക് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം the silent features can be discussed in detail. We can discuss in the other lecture series. So dear students, today we discussed FEMA, that is Foreign Exchange Management Act, and we discussed the objectives of the act, and we discussed the applicability of the act, and later we discussed the silent features of FEMA, that is dealing in foreign exchange, holding of foreign exchange, current account transaction, capital account transaction, export to goods and services, relation and repatriation to foreign exchange, and exception from realization and repatriation in certain cases. So these are the silent features, and these features can be explained in detail in another series. So I hope you all understood this portion. So prepare well, study well. This is the end of today's section. Thank you.